ഹായ്. അപ്പോൾ നമ്മൾ എൻ്റെ വീടിൻ്റെ വഴിയിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മ അടുത്തുള്ള എല്ലാം കാണിച്ചു തരാം കേട്ടോ. തുടങ്ങിയതാണ്. നമ്മപ്പം നടന്നു പോവുകയാണ്. അവിടെ അപ്പോൾ അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്മ അവിടെ നിന്നാണ് വീഡിയോ എടുത്ത്. ഇപ്പം അമ്മ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പുറത്തെ വീടാണ്, അതാണ് നേരെ കാണിക്കുന്നത്. അപ്പോൾ അമ്മ ചെറിയുടെ അങ്ങോട്ട് പോകണയാണ്. അപ്പോൾ എറണാകുളം ഫ്ലാറ്റും ബ്രിഡ്ജും എല്ലാം കാണാൻ സാധിക്കും. ഇവിടെ ഞങ്ങൾ ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ആ സൈഡല്ലേ നാമി? അപ്പോൾ അമ്മ ഇവിടെ കുറേ മരമൊക്കെ ഉണ്ട്. അതാണ് തോട്. നല്ല വ്യൂ ആണ്. നമുക്കാദ്യം ഇവിടെ ഇരിക്കാം. ഞാൻ അവിടെ ഇരിക്കാം, താനും ഇവിടെ ഇരി. നമ്മപ്പോൾ അങ്ങോട്ട് പോവുകയാണ്, തോടിൻ്റെ അരികത്തിട്ട്. കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ. അത് അവിടെയാണ് എറണാകുളം. ഇതവിടെ ഉണ്ട് കേട്ടോ. അവിടെയാണ് നമ്മുടെ എറണാകുളം. ഇതേ കണ്ട അവസാനം കണ്ട ഫ്ലാറ്റ് ഇത്തിരി കൂടെ പോകണം. സൂം ചെയ്ത സ്ഥലം വേണ്ട കൂട്ടുകാരെ, അതാണ് എറണാകുളം. ഫ്ലാറ്റ് കാണുന്നില്ല, പക്ഷെ അവിടെ എറണാകുളം ഉണ്ട് കേട്ടോ. അത്യാവശ്യം സൂമർ എടുത്തിട്ടുണ്ട്. നടന്നു പോകണം. അവിടെയിട്ട് ഫീൽഡൊക്കെ വന്നിട്ട് ഇടോർന്ന് പിന്നെ ആ സ്ഥലം ഇപ്പം മൂടിക്കിടക്കും. കുറേ തെങ്ങില്ല അവിടെ. കുറച്ച് കാട് പിടിച്ചൊക്കെ കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങളാണ്. അതാണ് ഞങ്ങളുടെ അതാണ് പാഡി ഫീൽഡ്. കളർ ചേഞ്ച് ആയിട്ടുള്ളൊരു ഇലയെല്ലാം കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് കുറച്ച് ഡാർക്കും കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള. ഇവിടെ ഡാർക്കും ഇവിടെ ലൈറ്റും ആയിട്ടും. എവിടെ നീട്ടിയിടും? കാട്ടിപ്പോയി ഇറങ്ങി കിടക്കണേനു. നല്ല കളറ്. ഓക്കെ, ഇവിടെയിട്ട് മണി പ്ലാന്റ് ഒക്കെ ഉണ്ട്. കാടായത് കാരണം പിന്നെ പറയാനില്ല. ഇച്ചിരി കൂടെ നടക്കണോ അവിടം വരെ? നമ്മൾ പോകുന്നത് അവിടേക്കാണ്. പിന്നെ ഇവിടെ ഒരു ഫേമസ് ഒരു ഡാൻസ് സ്കൂൾ ഉണ്ട് കേട്ടോ. അതെ, നടനം സ്കൂൾ ഓഫ് ഡാൻസ് എന്നാണ്. ടീച്ചറിൻ്റെ പേര് നയന എന്നാണ് കേട്ടോ. ആ കാണുന്നതാണ് നയന ടീച്ചറിൻ്റെ വീട്. അവിടെയാണ് ഡാൻസ്. അതാണ് കേട്ടോ നയന ടീച്ചറിൻ്റെ വീട്. അവിടെയാണ് ഡാൻസ് പഠിപ്പിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കും വേണമെങ്കിൽ ചേരാം. തരാം. ഇളങ്ങുന്ന പുഴയിലാണ് സംഭവം. ഇവിടെയിട്ടാണ് കർത്തേടം വഴി വന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി നേരെ വന്ന് നോക്കുമ്പോൾ ഈ വീട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അവിടെയാണ് കേട്ടോ നമുക്ക് ചേരാനുള്ളത്. അതെ, ഇതാണപ്പോൾ തോട് ഇതാണ് ഗൈസ്. കാഴ്ചകളെല്ലാം ഉണ്ട് കൂട്ടുകാരെ. എന്താ ഭംഗിയാ നോക്കി. നല്ല ഭംഗിയല്ലല്ലോ. വെരി നൈസ് പ്ലേസ് ഗൈസ്. ചെമ്പരത്തി പൂവൊക്കെ ഉണ്ട് അവിടെ. കുട്ടികളൊക്കെ ഇവിടെ കളിക്കാൻ വരുന്നത്. ഇതാണ് പണിക്കായ. നമ്മൾ പണിക്കായ എന്നാണ് പറയണത്. നിങ്ങൾ എന്താ പറയണേന്ന് കമൻറ്റ് ചെയ്യണേ. എന്ത് സാധനം പണ്ട് ഇങ്ങനെ ഈ സാധനം ഇങ്ങനെ മുടിയിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഉടുപ്പിലൊക്കെ പിടിക്കും. എന്നിട്ട് കുടുങ്ങിയിരിക്കുന്നത് പണിക്കായ. നിങ്ങളുടെ അവിടെ എന്താ പറയണേന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞങ്ങളുടെ ഇവിടെ പണിക്കായെന്നും പിന്നെ വേറെ എന്തൊക്കെയോ കൂടെ പറയും. എനിക്ക് എന്താന്ന് ശരിക്കും അറിയില്ല. ഇത് ഉടുപ്പിലൊക്കെ പിടിക്കും. രണ്ടെണ്ണം പിടിച്ചേക്കണുണ്ട്. പിന്നെ അത് പറിച്ചു മാറ്റാണ്. മുടിയിലൊക്കെ ഭയങ്കര പാടായിരിക്കും പിടിക്കാൻ. നോക്കിക്കോ, ഉണ്ടോ ഭയങ്കര പാട്. ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ ഞാൻ മുടി കഴിച്ചിട്ടേക്കിച്ച് വന്ന് വെച്ചേക്കണേട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോണേണ് കഴിക്കാനേ. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാണേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംസാരിക്കണം. എൻ്റെ ചെറിയ പേടികളൊക്കെ ഉണ്ട് കേട്ടോ. അതെ, ഞാൻ 5-6 പ്രാവശ്യം അടുത്തൊരു ഫ്രണ്ടിൻ്റെ വീട്. ഇതെന്ത് പോവാണ് എനിക്കറിയില്ല. ഇവിടെയാണ് നമ്മുടെ അടുത്തൊരു ഫ്രണ്ടിൻ്റെ വീട്. പക്ഷെ പോകാൻ പറ്റുമെന്ന് അറിയില്ല. അവിടെ പെർമിഷൻ കിട്ടിയിട്ടില്ല.
പോകാൻ പറ്റുമോ സഞ്ജു? ഇല്ല, പെർമിഷൻ കിട്ടിയിട്ടില്ല. നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ സാധനം നിങ്ങൾ കണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതെ അതെ. നീ പൂവെടുത്തോ നാമേ? നമുക്ക് അവിടെ ഒന്നും കൂടി ഇരിക്കാട്ടോ. സാൻഷനെ ഇരുന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാവേ. ഓക്കെ ഓക്കെ, നല്ല കാര്യം. പിടി. അതെ ഗൈസ്, സാൻഷി ഇരിക്കാൻ പോവെന്നാണ് പറയുന്നത്. സാൻഷി ഓടിച്ചാടിയൊക്കെ ഇരിക്കുന്നുണ്ട്. സാൻഷി ഒക്കെയാണ്. അവിടെ ഒരു വണ്ടി പോയപ്പോൾ സാൻഷിക്ക് നാണം വന്നു ഗൈസ്. അതെ അതെ. അപ്പൊ അത് സാൻഷി നേരെ അടുത്ത മണ്ടക്കലോട്ട് കയറുന്നുണ്ട്. സൂക്ഷിക്കണാട്ടാ, പുളിയുറുമ്പ് കാരണം ഓടിച്ചാടി വന്നിട്ടുണ്ട് നമ്മുടെ സാൻഷി. നടന്നോ? അതേനാ ഓടുന്നുണ്ട് കേട്ടാ. സാൻഷി നിക്കണം. നിൽക്കാൻ പറഞ്ഞപ്പോഴാണ് നിന്നിട്ടുള്ളത്. അവിടെ നിന്ന് കിടന്നൊരു പൂവൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കൂട്ടി. എന്തൊക്കെ കാണിക്കുന്നുണ്ട്. രണ്ട് ഗൈസ് ഇറങ്ങിയില്ലേ? ഇതിവിടെ പോവാണേ. ഇതാണ് ആ പൂവ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കൂട്ടാൻ. ഇവിടെയൊക്കെ കാണാൻ ആ പാപ്പം മതി നോക്കുന്നുണ്ട് നമ്മളെ. കുഴപ്പമില്ല. സാൻഷി നടക്ക്. നമ്മുടെ അപ്പം വഴിയാണിട്ടത്. എനിക്കിനി സാൻഷിയുടെ വീട്ടിലേക്ക് പോവാം. സാൻഷി ഓടുന്നുണ്ട് കേട്ടോ. സാൻഷിയുടെ വീട്ടിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. എൻ്റെ പേര് അനാമി എന്നാണ് കേട്ടോ. നമ്മൾ സാൻഷി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കോമഡി എല്ലാം കാണിക്കട്ടെ കൂട്ടാരെ. നിങ്ങളത് നമുക്ക് ഈ കല്ലിൽ അങ്ങോട്ട് കാണിക്കേ. ഈ കല്ലിൽ നമുക്ക് ഫാഷൻ ഷോ ചെയ്യാൻ ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ ഫാഷൻ ഷോ, കല്ലിൻ്റെ മണ്ടക്ക് കൂടെ ഫാഷൻ ഷോ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പം നമ്മൾ അതിന് മുമ്പ് ഈ ഓർക്കിഡിനെ കാണിച്ചു കൊടുക്കും. ഓക്കെ, നമുക്കപ്പം മുയലിനെയും കാണാൻ പോവാം. ഓടിക്കോ. കൂടുതൽ എക്സ്പ്ലനേഷൻ എനിക്കാണ് അറിയാവുന്നത്, പക്ഷേ ഞാൻ അനാമിനി പറഞ്ഞു വിടുന്നു. ഫസ്റ്റ് ടൈമല്ലേ. അപ്പോൾ നമ്മൾ പാല് വാങ്ങാനായിട്ട് കടയിൽ പോവാണ്. പിന്നെ ഞങ്ങൾ സിപ്പപ്പ് വാങ്ങും. സാൻഡ്വിച്ച് കടയിൽ വാങ്ങാം. സാൻഡ്വിച്ച് കടയിൽ നിന്നോ? അത്രയും ദൂരമില്ല, പെട്ടെന്ന് വരണ്ടേ? ഒന്നിൻ്റെ സിപ്പപ്പ് അവിടെയാണല്ലോ കിട്ടുന്നത്. ഇല്ല, ഒന്നിൻ്റെ സിപ്പപ്പ് ക്രാഷ്നട്ടിൻ്റെ കടയിൽ നിന്നും കിട്ടും. ഫേമസ് കടയെന്ന് ഞങ്ങളിപ്പോൾ പറഞ്ഞ പേര് GHS ഇളങ്ങുന്നത് സ്കൂള് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ് കേട്ടോ കട. അതെ, CS ഫാൻസി സ്റ്റോർ എന്നാണ്. അവിടെ എല്ലാം കിട്ടും. മാലയൊക്കെ ഗോൾഡൊക്കെ മുക്കാനായിട്ടൊക്കെ കിട്ടും. പിന്നെ സ്റ്റേഷനറി ഐറ്റംസൊക്കെ കിട്ടും. ടോയ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. തുന്നുന്നവരുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകും. തുന്നുന്നവരുടെ ഓരോ മുത്തുകൾ അതിങ്ങനെ തുന്നി പിടിപ്പിക്കാൻ പറ്റിയതൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ കടയിലേക്ക് പോകാം. നമ്മൾ പിന്നെ കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു കടയാണ്. അടിപൊളിയാണ്. ഇവിടെ കാണാൻ സ്റ്റാർസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നാണ് പേര്. കൃപ. ഇവിടെ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വാങ്ങിച്ചിട്ടുണ്ട്, പെട്ടെന്നാണ് കഴിഞ്ഞത്. ഈ കടയാണ് കേട്ടോ പറഞ്ഞത്. എല്ലാ ഐറ്റംസും കിട്ടും. ടോയ്ക്കാരാണെങ്കിൽ ടോയ്സും കിട്ടും. വഴി വെച്ച് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ തന്നെ സിപ്പപ്പൊക്കെ കുടിച്ച് പോയിക്കൊണ്ടിരിക്കുക. കാണുന്നുണ്ടോ? ആ സിപ്പപ്പൊക്കെ കുടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ക്യാമറ ക്ലിയർ ആകണില്ലടോ. നമ്മൾ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോഴികളൊക്കെ നമ്മൾ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മപ്പോൾ പകുതിക്ക് വെച്ച് നിർത്തിയില്ലേ മുയലിനെയും കോഴീനെയും കാണിക്കാൻ? അത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ വെച്ച്